ഹലോ, അപ്പോൾ നമ്മൾ പുതിയ സൈറ്റിലാട്ടോ വർക്ക് തുടങ്ങിയത്. അപ്പോൾ ഇത് പഴയ ടൈൽസ് കാര്യങ്ങളൊക്കെ പൊളിച്ച് ഒഴിവാക്കുകയാണേ. അപ്പോൾ ടൈൽസ് മാറ്റി ഗ്രാനൈറ്റ് വെക്കാൻ പോകും കേട്ടോ. അപ്പോൾ സിങ്ക് കാര്യങ്ങളൊക്കെ മാറ്റണം. അപ്പോൾ നിലം കാവിയായിരുന്നു കേട്ടോ. അപ്പോൾ സൈഡൊക്കെ കാവി ഇട്ടിട്ട് എന്താ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ അപ്പോൾ പൊളിച്ച് ഒഴിവാക്കുക കേട്ടോ. അപ്പോൾ നിലമൊക്കെ കഴിഞ്ഞ് ഗ്രിപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ ഗമ്മിലാണ് ഒട്ടിക്കാൻ പോണത്. നമ്മളെ സ്ലാബ് ഗ്രാനൈറ്റ് ആക്കാൻ പോകും കേട്ടോ. അപ്പോൾ അവിടെ ഒരു പഴയ സിങ്ക് ഉണ്ടായിരുന്നു, ആ സിങ്ക് മാറ്റിയിട്ട് പുതിയതാക്കണം. പിന്നെ നിലം നമുക്ക് എന്താ പറയുക ഗ്രൈൻഡ് ചെയ്യണം കേട്ടോ. അവിടെ ഗ്രൈൻഡ് ചെയ്തിട്ട് ഗ്രിപ്പ് ഇടണം. അപ്പോൾ അതിന് മുകളിലാണ് ഗമ്മിട്ടിട്ടാണ് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ സാധാ ടൈലായിരുന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ മുകളിൽ ടൈലായിരുന്നു ഇവിടെ വരുന്നത്. ആ ടൈല് മാറ്റിയിട്ടാണ് ഗ്രാനൈറ്റ് ആക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ചെറിയ ടൈലും ചെറിയ സൗണ്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ചെറിയ ഇളക്കം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഭാഗത്ത് ഒരു സ്ലാബ് ഉണ്ട്. ആ സ്ലാബ് എന്ന് പറഞ്ഞാൽ ടൈലൊക്കെ പൊളിച്ചിട്ട് അവിടെയും ഗ്രാനൈറ്റ് വെച്ചിട്ട് ഒരു സിങ്ക് ഇവിടെ സെറ്റാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് കട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ മെഷീൻ വെച്ചിട്ടാണോ ടൈലൊക്കെ കൂടി പൊളിച്ചെടുത്ത്. അപ്പോൾ ഇവിടെ ഒരു സിങ്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ ഇവിടെ കട്ട് ചെയ്യണേ. അപ്പോൾ നമ്മൾ മെഷീനൊക്കെ വെച്ച് കട്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു സിങ്കിൻ്റെ അളവിൽ നമ്മൾ കട്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പൈപ്പ് ഇതാ അപ്പോൾ ഇവിടെ ഈ സെൻറ്റർ ഭാഗത്തേ ആക്കണം കേട്ടോ. അപ്പോൾ പ്ലംബിങ്ങാരോട് വരാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പണി കഴിഞ്ഞിട്ട് അവർ എടുത്തോളാന്ന് കേട്ടോ പറഞ്ഞത്. അപ്പോൾ ഇത് പഴയ സിങ്കാട്ടോ. അപ്പോൾ ഇവിടെ ബാക്കിൽ കാണിച്ച് ആദ്യം കാണിച്ച സ്ലാബില്ലേ, അവിടുത്തെ സിങ്കാണ് കേട്ടത്. നമ്മൾ പുതിയ സിങ്ക് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പുതിയ സിങ്ക് പറഞ്ഞാൽ ഈ സ്ലാബിലേക്കാട്ടോ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ സിങ്ക് എടുത്തിട്ടാണ് ആ ഭാഗത്തുള്ള സ്ലാബിലേക്ക് വെക്കണം കേട്ടോ. അപ്പോൾ ഈ സിങ്കിന് കുറച്ചും കൂടി വലിപ്പമുണ്ട്. അപ്പോൾ ആ വലിപ്പം എന്താ പറയുക സെറ്റാക്കുക കേട്ടോ. വലിപ്പം രണ്ട് സിങ്കിനും ഒരേ വലിപ്പമാണ്, പക്ഷേ ഇതിൻ്റെ അടിയളവ് കുറച്ച് വലിപ്പമുള്ളതുകൊണ്ട് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ സ്ലാബിൻ്റെ കട്ടിങ് കഴിഞ്ഞാൽ നമ്മൾ നിലം ഗ്രിപ്പ് ചെയ്യാൻ പോകും കേട്ടോ. അപ്പോൾ നിലം കാവ്യാണ് കേട്ടോ. കാവ്യ കൂടി നമ്മൾ ഗ്രിപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഗ്രിപ്പിങ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഗ്രൈൻഡർ വെച്ചിട്ടോ ഗ്രിപ്പ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഗ്രിപ്പൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ടേ. അപ്പോൾ ഇതിൽ ഗമ്മിലാട്ടോ ടൈലൊട്ടിക്കാൻ പോണേ. നമ്മളെ ചുമര് സൈഡൊക്കെ ഗ്രിപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ചുമര് സൈഡും നിലമൊക്കെ ഗ്രിപ്പിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇന്നത്തെ പരിപാടി പറഞ്ഞാൽ ഈ സ്ലാബിൻ്റെ മുകളത്തെ ടൈല് പൊളിക്കൽ, അതുപോലെ തന്നെ ഗ്രിപ്പിടൽ, പിന്നെ എന്ന് പറഞ്ഞാൽ സ്ലാബ് കട്ട് ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ബൈ.